നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. രാവിലെ നമ്മൾ തിരുവനന്തപുരത്ത് സംഭവവികാസത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് ഈ പരിപാടി ഉള്ളതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ അത് വെച്ചത് അർജൻറ്റായിട്ട്. ബഹുമാന്യരെ, പ്രപഞ്ചത്തിനെക്കുറിച്ച് മൊയ്തീൻ ഷായും ഗ്രൂപ്പ് മനസ്സിലാക്കിയ ചെറിയൊരു അംശം ആണ് പറയുന്നത്. 1950 കാലഘട്ടത്തിൽ ചങ്ങമ്പുഴ എഴുതിയൊരു കൃതിയുണ്ട്. അതിൽ പറയുന്നുണ്ട്, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിനെ എങ്ങാനും ഒരു കോണിൽ നിന്ന് നോക്കുന്ന മത്യൻ കഥ എന്ത് കണ്ടു. ഈ ലോകം അനന്തമാണ്, അജ്ഞാതമാണ്, അവർണ്ണനീയമാണ്, അങ്ങനെ വളരെയധികം പറഞ്ഞിട്ട് അതുകൊണ്ട് മനുഷ്യന് അതിലൊന്നുമല്ല എന്ന്. കഴിഞ്ഞ 20 വർഷം, 19 വർഷം കഴിഞ്ഞപ്പോൾ ചന്ദ്രനിൽ പോയി അമേരിക്ക അപ്പോളോ ചന്ദ്രനിൽ ഇറങ്ങിയെന്ന് പറയുന്നു. അത് ഇറങ്ങിയിട്ടില്ല, അത് വേറെ തട്ടിപ്പാന്ന് പറഞ്ഞു, അത് പിന്നെ വശം. അത് കണ്ടു ജനങ്ങൾ പറഞ്ഞു, അനന്തമല്ല അജ്ഞാതമല്ല ഈ ലോകം, നമ്മുടെ കയ്യിൽ ഒതുങ്ങുമെന്ന് പറഞ്ഞു. വീണ്ടും 20 വർഷം കഴിഞ്ഞ് 90-ൽ അമേരിക്കയുടെ വോയേജർ ചൊവ്വയിലെത്തി. ചൊവ്വയിൽ ചെന്ന വോയേജർ അവിടുന്ന് റേഡിയോ സന്ദേശം ഭൂമിയിൽ കഴിച്ചപ്പോൾ അത് ഭൂമിയിലെത്താൻ 4 മണിക്കൂർ സമയമെടുക്കുന്നു. only 4 hours. എന്താണ് റേഡിയോ സന്ദേശം? നമുക്ക് റേഡിയോ മോസ്കോ, റേഡിയോ അമേരിക്ക, വോയിസ് ഓഫ് അമേരിക്ക, അവർക്ക് ഒരു ശബ്ദ സന്ദേശം അയച്ചാൽ അതേ സെക്കൻഡ് തന്നെ കൂടെ കിട്ടും. അതിന് 50,000 കിലോമീറ്റർ അകലമുണ്ട് ഏകദേശം. അപ്പോൾ 50,000 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് എത്താൻ റേഡിയോ സന്ദേശം അയക്കാൻ ഒരു നിമിഷം വേണ്ടെങ്കിൽ ഇത് 4 മണിക്കൂർ വെച്ച് ചൊവ്വയിൽ നിന്ന് വരാൻ. വലിപ്പം പ്രപഞ്ചത്തിന് വലിപ്പം മനസ്സിലാക്കണം. മറ്റൊന്ന്, 2008 ഉക്രൈൻ വിട്ട ഒരു പേടകം ഒരു ഗ്രഹത്തിൽ ചെന്നിട്ട് അവിടുന്ന് അയച്ച ഒരു റേഡിയോ സന്ദേശം 2008 പോയിട്ട് 2029 ഭൂമിയിൽ എത്താൻ സാധ്യതയുള്ളൂ. ഇത് 21 വർഷം കഴിഞ്ഞു. ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് ചൊവ്വയിൽ നിന്ന് ഒരു റേഡിയോ സന്ദേശം അയക്കാൻ 4 മണിക്കൂർ. ഇത് 21 ദിവസം, 21 days. അങ്ങനെ 29 അത് ലോകത്ത് ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മടക്കി അയച്ചാൽ അത് വീണ്ടും എത്താൻ 2050 21 വർഷം വീണ്ടും കഴിയണം. അവിടെ മറുപടി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ബൃഹത്തുമാണ് ഈ ബ്രഹ്മാണ്ഡ കടാഹം. അപ്പൊ ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടെങ്കിൽ അതായിരിക്കണം ഒരു ദൈവം. ഭൂമിയിൽ ഏറ്റവും ചെറിയ, ലോകത്ത് പ്രപഞ്ചത്തെ ഏറ്റവും ചെറുതെന്ന് പറയാൻ പറ്റില്ലെങ്കിലും എന്നാലും വളരെ ചെറിയൊരു ഗ്രഹമാണ് ഭൂമി. ആ ഭൂമിയിൽ ജനിച്ചു വളർന്ന 50 വയസ്സ് ശരാശരി ആയുസ്സുള്ള ഞാനും നിങ്ങളും, ഞാനില്ല നിന്റെ ഭാഗ്യം പോയി, അല്ലെങ്കിൽ ഞാനെല്ലാം കാണിച്ചു തരുമെന്ന് പറഞ്ഞ വെല്ലുവിളിയോടൊപ്പം തന്നെ അവിടെ ജനിച്ചു പറഞ്ഞ ഒരു രാജാവിൻ്റെ മകൻ, ഒരു പിതാവിൻ്റെ പുത്രൻ, അവരിങ്ങനെ ദൈവമാകും. ഈ ഒരു വലിയ സംശയമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് റിട്ടയർഡ് കഡ്ജിയൊക്കെ പറഞ്ഞതും പണ്ട് മൊയ്തീൻ ഷാ പറഞ്ഞതെല്ലാം. ഇത് ലോകത്ത് സംശയമാണ്. അമേരിക്കയിലും യൂറോപ്യൻ കൺട്രിയിലൊക്കെ സംശയമാണ്, ആരാണ് ദൈവം? ക്രിസ്തു ദൈവമാണോ? അത് വിദേശത്ത്. ഇന്ത്യയിലാണെങ്കിൽ രാമൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ അതൊക്കെ ദൈവമാണോ എന്നൊരു സംശയമുണ്ട്. അതൊക്കെ ഓരോ മതവിഭാഗത്തിലും ഞാൻ ആ വർഷത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത്രയും ബൃഹത്വമാണ് ഈ ബ്രഹ്മാണ്ഡ കടാഹം. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ലോകത്ത് ഏറ്റവും വേഗതയുള്ള വസ്തു മനുഷ്യ മനസ്സാണ്. പക്ഷെ മനുഷ്യ മനസ്സിൽ ലിമിറ്റില്ല. അതിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അടുക്കള കിച്ചണിലും ചിന്തിക്കാം, എനിക്ക് എറണാകുളത്ത് ചിന്തിക്കാം, അല്ലെങ്കിൽ ബോംബെയിൽ ഡൽഹിയിലും ആകാശമൊക്കെ ചിന്തിക്കാം. ലിമിറ്റില്ല, അടിസ്ഥാനമില്ല. പിന്നെ അടിസ്ഥാനമുള്ളത് പ്രകാശമാണ്. അതൊരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. 3 ലക്ഷം കിലോമീറ്ററിൽ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു വർഷം കൊണ്ട് 10 ലക്ഷം കോടി കിലോമീറ്റർ സഞ്ചരിക്കും. 10 ലക്ഷം കോടി. ഇന്നലെ ഒരു ചാനൽ വെച്ചാൽ പറഞ്ഞത് 942 കോടി എന്നാണ്. എനിക്ക് മനസ്സിലായി. ഞാൻ കണക്കൊന്നുകൂടി നോക്കി.
3,00,000 ഇൻറ്റു 60 ഇൻറ്റു 60 ഇൻറ്റു 24 ഇൻറ്റു 365 കിട്ടുമ്പോൾ ഏതാണ്ട് റൗണ്ട് പോയിട്ട് 10,00,000 കോടിയാണ് ഒരു പ്രകാശവർഷം. അത്രയും ബൃഹത്വമാണ് ഈ ബ്രഹ്മാണ്ഡ ഘടകം. എന്നിട്ട് ആധുനിക ശാസ്ത്രം പറയുന്നു അങ്ങനെ ഭൂമി ഉണ്ടായിട്ട് കോടാനുകോടി വർഷമായെന്ന് ആധുനിക ശാസ്ത്രവും മതഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ പ്രാകൃത പ്രളയമൊക്കെ വേണം. പ്രാകൃത പ്രളയമൊക്കെ ലക്ഷങ്ങൾ വർഷങ്ങളാണ്. അങ്ങനെ എത്രയോ പ്രാകൃത പ്രളയം കഴിഞ്ഞു. അപ്പോൾ കോടാനുകോടി വർഷം വേഗതയിൽ കോടാനുകോടി വർഷം സഞ്ചരിച്ചിട്ടും അന്ന് പുറപ്പെട്ട ഒരു പ്രകാശരശ്മി ഭൂമിയിലേക്ക് എത്തിയിട്ടില്ലെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തുമാത്രം ശരിയെന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ചുകാരെ പറയുന്നത്. അപ്പോൾ കേവലം 50 വയസ്സ് ശരാശരി ആയുസ്സുള്ള ഞാനും നിങ്ങളും, ഞാനില്ലാതെ നിന്റെ ഭാഗ്യപ്പയിൽ കാണിച്ചതെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന എന്ത് അവകാശമാണുള്ളത്? മനസ്സിലായില്ലേ? ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിക്കുക, സങ്കുചിത മനവും മാറ്റുക, നിഷ്പക്ഷമായി ചിന്തിക്കുക, സത്യം കണ്ടുപിടിക്കുക. യഥാർത്ഥം അല്ലെങ്കിൽ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ നിഷ്പക്ഷ ചിന്തിച്ചിട്ട് സത്യം കണ്ടുപിടിക്കൂ. ജാതി മതമൊന്നുമല്ല സത്യം. അങ്ങനെയുള്ള ഈ ലോകത്ത് നമ്മൾ കാട്ടിക്കൂട്ടിയ വിക്രിയകളും തെമ്മാടിത്തങ്ങളും, പണ്ട് ആഫ്രിക്കൻ കൺട്രീസിൽ ദാരിദ്ര്യം കൊണ്ട് ഭക്ഷണമില്ലാതെ പേക്കോലങ്ങളായി ഗ്രഹിണി പിടിച്ച വയറ് തള്ളിയ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ. അന്ന് അത് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ന് ഭക്ഷണം ഇല്ലായികയല്ല, പക്ഷെ കൊടുക്കായികയാണ്, തടഞ്ഞു വെച്ചിരിക്കുകയാണ് പലസ്തീനിൽ. ഞാൻ പലസ്തീനും ഇസ്രായേലൊക്കെ യുദ്ധം ആഘോഷിച്ച് ഞാൻ എടുക്കില്ല, അതൊക്കെ തീരുമാനിക്കട്ടെ, യുദ്ധത്തിൽ പോയ ചാവുകയൊക്കെ ചെയ്യും. പക്ഷെ അവിടെ നിരപരാധികളെ കൊച്ചു കുട്ടികളെ, മനുഷ്യമൃഗങ്ങളെ, നിങ്ങൾ മനുഷ്യനാണ് മൃഗമാണ് ഈ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്നത്. ആ കുട്ടികളുടെ മുമ്പിലുള്ള ഭക്ഷണ പാത്രം കണ്ടത് അത് മണ്ണാണ്. നോക്കുമ്പോൾ ഭക്ഷണത്തിൽ പറയാൻ പാത്രം കണ്ട് മണ്ണാണ്, വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞേ. അത് നമ്മുടെ ലാലം എന്നൊരു സ്ഥലമുണ്ട് ഈ പത്തനംതിട്ടയിൽ. അവിടുത്തെ ആദിവാസികൾ ഭക്ഷണത്തിന് വരെ പുല്ല് തിന്ന് ജീവിച്ചവർ പറയുന്നുണ്ട്. ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെയൊക്കെ തോന്നി. അപ്പോൾ പറഞ്ഞു അത്ര ദാരിദ്ര്യമുണ്ട് ആദിവാസികളുടെയൊക്കെ. ഇപ്പോൾ മാറിയെങ്കിലും. പക്ഷെ ഇതല്ല, അത് ഇല്ലാത്തതുകൊണ്ടാണ്, ഇത് ഉണ്ടായിട്ടും കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ജാതിക്കും മതത്തിനും അപ്പുറത്ത് മനുഷ്യ പരിഗണിച്ച് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന നിങ്ങൾ ആ കുഞ്ഞു മക്കളെ ഭക്ഷണം കൊടുത്ത് ഭക്ഷണം ഏറ്റവും വലിയ ആയുധമാക്കുന്ന നീചവും നികൃഷ്ടവും നിഷ്ഠൂരവും നിഷ്കരുണമായ പ്രവൃത്തി ചെയ്ത ആരായിരുന്നാലും, ഏത് രാജ്യക്കാരായിരുന്നാലും, ഏത് ജാതി ആയാലും അവരെയൊക്കെ നമുക്ക് മനുഷ്യവർഗത്തിൽപ്പെടുത്താൻ പറ്റുമോ? ആ കുഞ്ഞുമക്കൾ എന്ത് ചെയ്തു? ഇന്ന് മനുഷ്യ സ്ത്രീകളെ ഈജിപ്തിലെ മനുഷ്യർ, പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരി അവർ പദ്യം എഴുതിയിട്ടുണ്ട്, ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെന്ത് പ്രോത്സാഹിപ്പിച്ച് കുപ്പികളിൽ ഭക്ഷ്യധാന്യം നിറച്ച് കാർക്ക് ശരിക്കും പൊട്ടി അതിനകത്ത് ഒരു ലെറ്റർ ഇട്ടുകൊണ്ട് 100 കണക്ക് കുപ്പികൾ ഈജിപ്ഷ്യൻ കടലിൽ തീരുന്ന ഒഴുക്കാണ്. അത് തിരമാലിൽ പെട്ട് വരും എന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പലരും ഇവരെ അറിയിച്ചാണ് ഞങ്ങളുടെ സാധനം കിട്ടി, ഭക്ഷണം കഴിച്ച് സന്തോഷമായിരിക്കുന്നു. അതൊക്കെയല്ലേ മനുഷ്യനെ. അതേ സ്ഥാനത്ത് CPM പാർട്ടി പലസ്തീന് വേണ്ടി ഒരു ജാഥ അയക്കുന്നപ്പോൾ മഹാരാഷ്ട്രയിലെ ഹൈക്കോടതി അത് സമ്മതിച്ചില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നാടിൽ നിന്നായി നോക്കിയാൽ അത് എന്നിട്ട് പിന്നെ വെക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഭാരതീയരെന്ന് പറഞ്ഞ കോടതി ഞാനും ഒക്കെ എത്ര മോശമാണ് അക്കാര്യത്തിൽ. ഈജിപ്തിലെ ഒരു സ്ത്രീ എഴുത്തുകാരിയും അവിടുത്തെ മനുഷ്യരും മക്കളും ആയിരക്കണക്കിന് കുപ്പികൾ നിറച്ചയക്കുന്നു. നമ്മളൊരു ഒരു ജാഥ നയിക്കാൻ വേണ്ടിയിട്ട് റാലി നടത്താൻ വേണ്ടിയിട്ട് കോടതി അനുവാദം കൊടുത്തില്ല. എന്ത് മനസ്സിലായി? ഇത് മനസ്സിലാക്കി വേറൊരു കാര്യം പറയണം. അപ്പോൾ കോടതി എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ പോയിട്ട് അകത്തിട്ട് കാര്യമൊന്നുമില്ല.
കർണാടക ഹൈക്കോടതി അതിനെ അനുകൂലിച്ചുകൊണ്ട് സുപ്രീം കോടതി. നമ്മുടെ കർണാടകയിൽ ഒരു സംഭവം ഉണ്ടായില്ല. ഇപ്പോൾ 100 പറഞ്ഞ് 400 പറഞ്ഞ് 2000 പറഞ്ഞ് 20,000 പേരും ആൾക്കാരെ കൊന്ന് ബലാത്സംഗം ചെയ്ത് കൊന്ന് കുട്ടികളെ പെൺകുട്ടികളെ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വാർത്ത വന്നൊന്ന് അവസാനം ഇപ്പോൾ കോടതി എന്നാണ് ഒരു അഭിപ്രായം പറഞ്ഞു. പക്ഷെ കോടതി ജനൽ കുറ്റമല്ല, ഒരാൾ കുറ്റമല്ല. നിങ്ങൾ ആ പേര് പറയരുത്. സത്യാവസ്ഥ പുറത്തു വരുന്നവർ അതിൽ പറയുന്ന സ്ഥാപനം വലിയ പണക്കാർ വലിയ കോടി ഇതൊക്കെയാണല്ലോ, അവരുടെ പേര് നിങ്ങൾ പറയരുത് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ നിങ്ങൾ പ്രവർത്തിക്കാൻ പറ്റില്ല, ആ പേര് പറയുന്നുള്ളൂ. അതിൽ ഞാൻ കോടതി വിരുദ്ധമൊന്നും കാണുന്നില്ല. എങ്കിലും അത് ഒരു സംരക്ഷണം കൊടുത്തു. കോടതിക്ക് എന്താ സംരക്ഷണം കോടതി കൊടുത്തവർക്ക്? അവരെ ഭാഗ്യം ഒരു രീതിയിൽ ഒരു ചർച്ചയിലൊന്നും പറയാൻ പാടില്ല. അങ്ങനെ നമ്മളെ ആധുനിക കോടതി പോകുന്നത്. ഇപ്പൊ നമ്മുടെ ചാമിയെ തുറന്നു വിട്ടതല്ല, ചാടിയതെല്ലാം തുറന്നു വിട്ടാതും ജീപ്പിൽ കൊണ്ട് വിട്ടാതൊക്കെ ഇപ്പോൾ ചാനൽ പറയുന്നുണ്ട്. അല്ല, ഇത്രയും സുരക്ഷിതത്വമുള്ള രഹസ്യ ജയിലിൽ നിന്ന് ഒറ്റക്കയ്യൻ ചാടി എന്നൊക്കെ അതിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇവന് തുണി എന്താണ് ഈ പുതപ്പ് കൊണ്ട് തുണി ഉണ്ടാക്കി അത് മാത്രം പുതപ്പൊക്കെ കിട്ടും. ഈ മേറ്റുകൾ അല്ലെങ്കിൽ പിന്നെ ഒരുപടി അടി ഉയരത്തിലുള്ള മതിലിന് കെട്ടിപ്പൊക്കണ ഈ സാധനം മൂളിൽ കയറി കെട്ടണ്ടേ? മൂളി കെട്ടിയാലും പെടുള്ളൂ, അല്ല തുണീനെ അറിഞ്ഞാൽ കിട്ടില്ലല്ലോ, വേറെ കമ്പി ഉണ്ടാവില്ലല്ലോ. എല്ലാം തെറ്റാണ്, എല്ലാം ഇതാണ്. എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ വേണ്ടി ഭരണകൂട ഭീകരതയെ പോലെ ഭരണകൂടങ്ങൾ ചെയ്യുന്ന ചില തെറ്റായ നടപടിയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. എന്താണ് 5 നേരം ഭക്ഷണം? നമ്മൾക്ക് ആഴ്ച ഒരിക്കൽ പോലും ആട്ടം വെച്ച് കഴിക്കുന്നില്ല. നമ്മൾ സാധാരണക്കാർ ആഴ്ചയിൽ ഒരു മാസം ഒരു കൊല്ലത്തൊരിക്കൽ ആട്ടം വെച്ച് കഴിച്ചാത്തേ ഉള്ളൂ. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ആട്ടിറച്ചി, ഒരു ദിവസം ചിക്കൻ, ഒരു ദിവസം ഫിഷ്, ഒരു ദിവസം ബീഫ്, ഒരു ദിവസം പച്ചക്കറി, പിന്നെ ഒരു ദിവസം എല്ലാം കൂടി ചേർന്ന് വളഞ്ഞുത്തി പോയതിനൊക്കെ നിവർന്ന് നല്ല ജിംനാസ്റ്റിക്കായി തൊട്ട് കൊന്നു കളയണം. അപ്പോൾ വേറൊരു മരുന്ന് പിന്നെ രാജസ്ഥാനിലും മറ്റേ UP-യിലും ആസാമിലും നടക്കുന്ന അല്ലെങ്കിൽ കർണാടകയിൽ നടക്കുന്ന പോലെയുള്ളൊക്കെ ഷൂട്ട് ഔട്ട് എന്ന് പറയും, ഓൺ ദി സ്പോട്ട് വെടിവെച്ചോലെ. അത് തെറ്റിൽ നല്ല തന്നെയാണ്. പക്ഷെ അവിടെ എന്താണ്, അവിടെ ജാതിയും വരുന്നു. അവിടെ ചില വിഭാഗങ്ങൾ ഒതുക്കാൻ വേണ്ടി ആ നിയമം ഉപയോഗിക്കുന്നത്. അതാണ് അവിടെ പോരായിക. ഇപ്പൊ കർണാടകയിൽ ഒരു പെൺകുട്ടി ഡോക്ടറാണ്, അവളുടെ കാമുവിൻ്റെ അടുത്ത് വന്ന് പോകാറുണ്ട്, വർഷങ്ങളായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഒരു വണ്ടി ഇവിടെ വയ്ക്കും. ആ വണ്ടി വെച്ച് കഴിയുമ്പോൾ അവൾ പോയി 1-2 മണിക്കൂർ കഴിഞ്ഞ് വെച്ച് വരും. ഇത് അതിസുന്ദരിയായിരുന്നു. ഇത് കണ്ടിരുന്നപ്പോഴേ ചില രാഷ്ട്രീയ നേതാവാണോ പോലീസ് ഓഫീസറാണോ വലിയ ബിസിനസ്സാണോ, പോലീസ് ഓഫീസറാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അവിടുത്തെ ടാക്സി ഈ ലോറി ഡ്രൈവർമാരൊക്കെ ഏറ്റവും വേണ്ടി ആ വണ്ടി ടയർ പഞ്ചറാക്കി അവസാനം കൊണ്ടുപോയി ഈ സ്ത്രീയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കത്തിച്ച് കളഞ്ഞ്. അതിന് 5-6 പേര് ലോറി ഡ്രൈവർമാരൊക്കെ അവരായിട്ട് തെളിവിലെടുക്കാൻ വേണ്ടി കുറഞ്ഞ സമയത്ത് അവർ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ 10-100 പോലീസ് കാലം ഓടിപ്പോയി. പോലീസ് ഓടിച്ചു വന്നു. കാരണം എന്താ, അവനല്ല അവർ ചെയ്യിച്ചാണ് അവർ ഉപയോഗിച്ച് വേറെ ആളാണ്. ആ കേസ് മാഞ്ഞുപോയി. എന്തൊരു അനീതിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ന്യായമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം. നിരപരാധികളെ കൊല്ലുക, അപരാധികളെ പുറത്തുവിടുക. അത് നമുക്ക് പരിഷ്കൃത സമൂഹത്തെ പറ്റിയ നിയമമാണോ, ന്യായമാണോ, സത്യമാണോ? ഞാൻ പറഞ്ഞത് പ്രപഞ്ചത്തെക്കുറിച്ചാണ്. അത്രയും ബൃഹത്വമാണ് ഈ പ്രപഞ്ചം എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയുള്ള രാജ്യത്ത് നാട്ടിൽ 1970 വരെയും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഭൂഷ സ്വഭാവവും ഒക്കെ വാണരളിയ ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും കേരളം. 1970 മുതൽ 2000 വരെ 30 വർഷക്കാലം കേരളത്തിൽ അല്ലെങ്കിൽ DYFI സഖാക്കളുടെയും കോൺഗ്രസ്സുകാരുടെയും, അന്ന് BJP ഒന്നുമില്ല, പിന്നെ മുസ്ലിം പുരോഹിതന്മാരുടെയും ക്രിസ്ത്യൻ പാദ്രിമാരുടെയും ഗുരുദേവൻ്റെ അയ്യങ്ങളുടെ ഒക്കെ ശ്രമഫലമായിട്ട് ഒരു മാറ്റം വന്നു കേരളത്തിൽ. ഇന്ന് ഞാനൊരു സിനിമ കണ്ട്,
പുന്നപ്രവയില സിനിമ ഇവിടെ 46 കഥയാണത്. സ്വാതന്ത്ര്യം കിട്ടിയ തലേ വർഷമാണ്. അന്നെല്ലാം ജന്മിഭൂഷ സ്വഭാവമാണ്. പണിയെടുത്ത കൂലിയില്ല, പിന്നെ കല്യാണം കഴിച്ചാൽ ആദ്യ ദിവസം കൊണ്ടുവന്ന് തമ്പുരാൻ്റെ വീട്ടിൽ താമസിക്കണം. അങ്ങനെയൊക്കെ അവ തികച്ചും അനാചാരമായത്. അതൊക്കെ മാറി കല്യാണം കഴിച്ചാൽ അന്ന് രാത്രി തന്നെ ഭർത്താവിന് കൂടെ കിടക്കാമെന്ന് സംവിധാനം ഉണ്ടാക്കിയിട്ട് 70 മുതൽ 2000 എല്ലാവരും കഴിഞ്ഞാൽ തീട്ട് മാറി. ഇപ്പോൾ നൂറ്റാണ്ടായിട്ട് അനാചാരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ഇപ്പോൾ. കോൺഗ്രസും വേറും ഭൂഷയായി, BJP അതിനേക്കാൾ അപ്പുറമായി. ഈ 2 കാര്യം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോയിട്ട് 2 പോയിന്റ്. ഒന്ന്, ഭൂപരിഷ്കരണ നിയമമുള്ള കൊട്ടിഘോഷിച്ചുണ്ടായി. ഭൂപരിഷ്കരണ നിയമം അത് ഇത്ര വർഷമായി ഉണ്ടായിട്ട്, അല്ല 50 വർഷമായിട്ടില്ലേ. അതിനുശേഷം അതിനെക്കുറിച്ച് ഒരു റീതിങ്ക് ചെയ്യാനോ ഒന്ന് പുനരവലോകനം ചെയ്യാനോ അതിനെ വിലയിരുത്താനോ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്യില്ല. കോൺഗ്രസ് ഗവൺമെൻറ് അന്തോണി ഒരു ഭരണ ഭൂരിഷ്ക നിയമം ഉണ്ടാക്കി അതിൽ നിൽക്കുന്ന തവളയും മീനൊക്കെ പിടിക്കാൻ അവകാശം ജന്മിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് വിട്ടുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും വർഷമായിട്ട് ഈ അച്യുതാൻ ഉൾപ്പെടെ നമ്മുടെ പിണറായി ഉൾപ്പെടെ മറ്റെല്ലാ എന്തെങ്കിലും ഒരു മാറ്റം, അതിന് വിലയിരുത്തൽ, ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ അവലോകനം നടത്തിയിട്ടുണ്ടോ? ഭൂരിഷ്കാലം എന്തായി, എവിടെയാണോ, എന്ത് നേട്ടം ഉണ്ടായോ? ഒന്നും അന്വേഷിച്ചിട്ടില്ല. അവർക്കെല്ലാം ഭരണം മുന്നിൽ കുറി മുന്നിലുണ്ടാക്കി അധികാരത്തിൽ കയറാം. അധികാരം എങ്ങനെ കക്കാന്നുള്ള മറ്റൊരു പോയിന്റ്. എന്തിനാണ് വിമോചനം ഉണ്ടാക്കിയത്? ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്ററൊക്കെ കോലം വെച്ചതൊക്കെ എന്തിനാണ്? എയ്ഡഡ് സ്കൂളിൽ നിയമനം PSCക്ക് വേണം. അത് വിദ്യാഭ്യാസ വകുപ്പിൽ കാലാനുസൃതമായി മാറ്റം വേണമെന്നുള്ള എത്ര വർഷമായി? വിമോചനം 59, 59, 69, 79, 89, 99, 2009, 2010, 2019 ഏതാണ്ട് 60 വർഷമായി. ഇതേവരെ ആ നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ പുരോഗമന ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പോലും എയ്ഡഡ് സ്കൂളിൽ PSC നിയമം വിട്ടുകൊടുത്തോ? അത് എയ്ഡഡ് സ്കൂളിൽ മാനേജ്മെന്റ് കൂടെ ഒത്തു നിൽക്കല്ലേ ഈ ഭരണകൂടങ്ങൾ. എവിടെ നമ്മുടെ നാട്, എവിടെ നമ്മുടെ ചിന്താഗതി, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി, മോസ്റ്റ് മോഡേൺ ചിന്താഗതി എവിടെ? ഇതൊന്നുമില്ല. എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറി ആനുകൂല്യം പറ്റുമെന്നല്ലാതെ യാതൊരു ചിന്താഗതിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചീഞ്ഞ് നാറിപ്പോയി. കോൺഗ്രസ് വണ്ടേ പോയതാണ്, BJP മണ്ടേ പോയതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായത്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നലെ പറഞ്ഞില്ലേ പഴിച്ചു പോയി വെച്ചാൽ തെറ്റായിപ്പോയി. ഈ പിണറായി സഖാവ് അറിഞ്ഞോ അറിയാതെയോ വീട് പോയി അതിനുവേണ്ടി ചെയ്യാവുന്ന എല്ലാ വൃത്തികേടും ചെയ്ത് ഒരു മര്യാദയോ. ഞാൻ പറഞ്ഞത് സർക്കാർ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സംരക്ഷിക്കുക. ഇന്നും കമ്മ്യൂണിസ്റ്റ് സഖാക്കളുണ്ട്, നല്ല ആത്മാർത്ഥയുള്ള കൈമുട്ട് വിലയുള്ള ആത്മാർത്ഥമുള്ള ആയിരക്കണക്കിന് 10,000 സഖാക്കൾ ഇന്നും കേരളത്തിലുണ്ട്, പ്രത്യേക CPM. അപ്പോൾ പിണറായി സഖാവിന് എവിടെയെങ്കിലും ആപത്ത് വെച്ചാൽ രക്ഷപ്പെടുത്താൻ ഇന്നും ഉണ്ട് ആയിരങ്ങൾ ഓൺ ദ സ്പോട്ടിലുണ്ടാവും. എന്നിട്ട് ഈ 10-30 വണ്ടി വെച്ച് ഈ കോലം കെട്ടും കാര്യമുണ്ടോ? നടന്നു പോകണം, ക്വാളിറ്റി നോക്കണം. അപ്പം അത് ഭയം വന്നുപോയി. ഭയം വന്നപ്പോൾ രക്ഷപ്പെടില്ല. സംഘപരിവാറിന് കീഴ്പ്പെട്ടുപോയി. കേരളം ഭരിക്കുന്ന ആരാണ്? പിണറായി സഖാവാണ്. ആ ജയിൽ പോകുമ്പോൾ മന്ത്രി പോലും അദ്ദേഹം എന്ന് പറഞ്ഞത് പലർക്കും അറിയില്ലായിരുന്നു. ആഭ്യന്തരത്തെയാണ് മുഖ്യമന്ത്രിയാണ്, എല്ലാ സർവസ്വമാണ്. അദ്ദേഹത്തെ കീഴിൽ മന്ത്രിമാരിൽ ആരെങ്കിലും ഒരു അന്തസ്സുള്ള കഴിവുള്ള മന്ത്രിമാരുണ്ടോ? ഒരു മന്ത്രിയെങ്കിലും ഉണ്ടോ? അദ്ദേഹം പിണറായി വിജയൻ കഴിവുണ്ട്, പക്ഷെ വളഞ്ഞു പോയെങ്കിലും ബാക്കി ആരോളെ അങ്ങനെ ഒതുക്കി കളഞ്ഞ് ഷണ്ണന്മാരാക്കി കളഞ്ഞു. ഞാൻ ഇത്രയൊന്നും ഗൗരവത്തിൽ പറയാറില്ല, പക്ഷെ സഹിക്കാൻ പറ്റില്ല കാര്യങ്ങൾ. അതാണ് തെറ്റിൽ ചെയ്യാതല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാതൃകയുടെ പ്രസ്ഥാനമാണ്. സാധാരണക്കാർ വിശക്കുന്നതിന് പട്ടിണിക്കാർക്കെല്ലാം ഒരു അത്താണി ആശ്വാസ കേന്ദ്രമായത്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയപ്പോൾ ജനകീയ സഭ ഉണ്ടായിരുന്നു. ജനകീയ സഭ എന്ന് പറഞ്ഞത് എല്ലാ പഞ്ചായത്തുകളിലും. ഇന്ന് എന്തെങ്കിലും അങ്ങനെ ഇതുണ്ടോ? അവിടുന്ന് കൽപ്പിക്കും, അവിടെ വയ്ക്കും. ചർച്ച ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എറണാകുളം ജില്ലാ കമ്മിറ്റി കൂടിയപ്പോഴേ പിണറായി പേരെടുത്ത് പറഞ്ഞു വിമർശിച്ചു. CPIയുടെ കമ്മിറ്റിയിലും പറഞ്ഞു. അങ്ങനെ അതമ്പതിച്ച് പോകല്ലേ.
അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി റീതിങ്കിങ്ങിന് സാധ്യയില്ല. എല്ലാ അവസരം വിട്ടുപോയി. നീ അതിൽ നിന്ന് രക്ഷപ്പെടുവോ? ഈ BJP കെണിയിൽ അല്ലെങ്കിൽ അവർ കെയർ ഓഫിൽ പോയ സാധനത്തെ തിരിച്ചു കൊണ്ടുവരാൻ പിണറായി സഖാവിൻ്റെ കാലത്ത് നടക്കില്ല. ഇനി വേറൊരു സഖാക്കൾ വരാനൊരു മാതൃക കാണുന്ന സഖാക്കൾ ഉണ്ടോ? പണ്ടുങ്ങൾ കുഞ്ഞാലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, സഖാവ് കുഞ്ഞാലി, സഖാവ് KP എറണാകുളത്ത് ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, വർക്കി. അവരെ പോലും ഒരു നേതാവ് എവിടെ നിന്ന്? സ്വാർത്ഥ ഇല്ലാത്ത നിഷ്കളങ്കരായ രാജ്യസ്നേഹികളായ രാജ്യ നന്മ പ്രതീക്ഷിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പേര് പറയാൻ പറ്റുമോ? കോൺഗ്രസിൽ ലീഗിലൊന്നുമില്ല, അതൊക്കെ അവർ ഭരണകൂടെ ഇതാണ്. ഞാൻ മാതൃക പറയാൻ പറ്റില്ല. നിങ്ങളിലുണ്ടോ? ഇപ്പൊ പാലോട് രവി, കാരണം എല്ലാ ആനുകൂല്യം പറ്റി സുഖലോലുമായി കഴിഞ്ഞ് ഒരുപക്ഷെ കോടികൾ സമ്പാദിച്ചില്ല, എനിക്കറിയില്ല. അവർ ഓരോ കോൺഗ്രസ് നേതാക്കളും കോടികൾ സമ്പാദിച്ചു. ഒരു പഞ്ചായത്ത് മെമ്പർ ജനിച്ചു കഴിഞ്ഞാൽ 50 ലക്ഷങ്ങൾ സമ്പാദിക്കണം. എന്നിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കുന്ന കോൺഗ്രസ്. നിങ്ങൾ BJP കുറ്റം പറയുന്നു. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അന്ധമായിട്ട് എതിരും കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇന്നലെ പറയും, തന്നോളം പറഞ്ഞാൽ താനെ വിളിക്കുന്നു. അതുപോലെ BJPയുടെ പ്രവൃത്തി തെറ്റോ ആശയം തെറ്റോ ശരിയാവട്ടെ, അത് വേറെ കാര്യം. അവർ ചെയ്യുന്നതിൽ കുറച്ച് ആത്മാർത്ഥത ചെയ്യുന്ന വിജയിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺഗ്രസ് മരമണ്ടന്മാരെ കോൺഗ്രസ്സുകാരോട് പറഞ്ഞ് അവർ ചെയ്യുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു പേജിന് ഒരാളെയാണ് വയ്ക്കുന്നത്. ആ ആള് സഹായിക്കാൻ 12 പേരുണ്ട്. വേറെ 12, 13 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു പേര് കൂടി 48 പേര് കാണും. 48 പേരുണ്ടെങ്കിൽ 12 കുടുംബമാണ്. 12 കുടുംബത്തിൽ 13 പേരുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാളിൽ കൂടുതൽ ഒരു BJPയുടെ ആൾ, സംഘപരിവാറിൻ്റെ ആളില്ലേ? അവിടെ അവരനങ്ങിയില്ലേ? ഞാൻ അവിടെ റാ എന്ന് പറഞ്ഞാൽ ഡൽഹിയെ റോ അറിയും. റോ ആണ് ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗം. അതുപോലെ ആ ഒരു കുടുംബത്തിൽ അപ്പോൾ അറിയും. ഈ കോൺഗ്രസ്സിന് കമ്മ്യൂണിസ്റ്റ് വിട്ടാണ് കുറേയൊക്കെ ചെയ്യേണ്ടത്. ഈ കോൺഗ്രസ്സിന് ഇന്ത്യയിൽ, കേരളത്തിൽ, എറണാകുളത്ത് എന്ത് സന്നാഹമുണ്ട്? ഇതിൽ എന്തുകൊണ്ട് സന്നാഹം ഉണ്ടായില്ല? ആരാണ് തടസ്സം അതിന്? കമ്മ്യൂണിസ്റ്റാണോ BJP ആണോ? കോൺഗ്രസ് നേതാക്കൾ തന്നെ. പക്വതയില്ലാത്ത, ദീർഘവീക്ഷയില്ലാത്ത, ദുരാഗ്രഹികളായ, തൻകാര്യം മാത്രം നോക്കുന്ന നേതാക്കൾ കൊണ്ട് മാത്രമാണ് ഈ പാർട്ടി അതുപയോഗിച്ചത്. ഇരുമ്പിനെ സൃഷ്ടിച്ചപ്പോൾ മരം പരാതിയായിട്ട് പറഞ്ഞ് ദൈവത്തെ അടുത്ത്. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. അല്ല, ഏത് ഇരുമ്പിൻ്റെ ആയുധത്തിനും കൈയിടുന്നത് പിടിയിടുന്നത് മരമാണ് പണ്ട്. ഇപ്പോൾ ഇല്ല, വേറെ കാര്യം. അതുപോലെ കോൺഗ്രസ് നശിപ്പിക്കാൻ കോൺഗ്രസ് പറ്റുള്ളൂ. യാതൊരു പണിയെടുക്കാതെ കഴിഞ്ഞ 70 മുതൽ നോക്കുക, അതും പോട്ടെ, 70 മുതൽ ഇങ്ങോട്ട് 50 വർഷം, 55 വർഷമുണ്ട്. 25, 50 വർഷമുണ്ട്. 50 വർഷം, 70, 75, 55 വർഷം. 55 വർഷം ഈ കോൺഗ്രസ് നേതാക്കൾ തിന്ന് ചീർത്ത് സമ്പാദിച്ചല്ലാതെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ദേശീയ നേതാക്കൾ ഇപ്പോൾ വന്നത് എല്ലാവരും ഇല്ലേ കോടികളുടെ സമ്പാദ്യം. അവരൊക്കെ പേരിൽ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ കള്ളപ്പേരിലൊക്കെ എത്ര കോടികളുടെ സ്വത്തുണ്ട്. അതൊക്കെ ചെയ്തോട്ടെ. അതിൽ ഒരു അംശമെങ്കിലും നാടിന് വേണ്ടി ചെയ്യാൻ പാർട്ടി വളർത്തണ്ടേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ ഡൽഹി ട്രിവാൻഡ്രത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും കാര്യം സാധിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ ആ ബൂത്ത് പ്രസിഡന്റ് അല്ല, അവിടെ ലോക്കൽ സെക്രട്ടറിയെ ഒന്ന് പറയുകൊണ്ട് പറയും, അറിയിക്കുമെന്ന് പറയും. എന്നാൽ ഇന്ന് വീതോണ്ടി കൊടുക്കാൻ കഴിയുക. അപ്പോൾ അവർക്ക് വിലയുണ്ട്. ഇത് കോൺഗ്രസ് അല്ല, നേരെ ഉമാർ കാർ വിളിച്ച് നേരെ ട്രിവാൻഡ്രത്തിലാണ്. അവിടെ മന്ത്രിമാരെ അല്ലെങ്കിൽ വലിയ നേതാക്കൾ കാര്യം സാധിക്കും. ഇവിടെ വരുമ്പോൾ എന്നിട്ട് ഇവിടുത്തെ ലോക്കൽ നേതാക്കളുടെ മുമ്പിൽ ഇവൻ മുണ്ട മടക്കി കൊത്തി ഒരു മീശ വെച്ച് നടക്കും. ഈ പോട പുല്ലുണ്ട്. അതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ, ഗ്രാസ് റൂട്ട്, ഗ്രൗണ്ട് ലെവലിൽ സ്ഥാനമാനങ്ങൾക്ക് വില കൊടുക്കണം. അത് കോൺഗ്രസ് ഉണ്ടോ?
ചെയ്യുന്നതിൽ ഒരു ന്യായം വേണ്ടി. ഞാൻ ഇന്നലെ പറഞ്ഞ പീരാങ്കുഞ്ഞെന്ന് പറഞ്ഞ് ഒരു സഖാവ് ഞങ്ങളുടെ നാട്ടിൽ മലയന്തുരു തൈറ്ററമ്പിൽ അവിടെ അവർ പിന്നെ ലോക്കൽ സെക്രട്ടറിയാണ്. ആ പയ്യന് 10-40 വയസ്സുള്ളൂ, പയ്യനാലോ വലിയ എന്തെല്ലാം കാര്യം ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ കൂടിയൊക്കെ. ഒരു ദിവസം 10-15 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് എല്ലാം ശ്രദ്ധിക്കും, ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. കാരണം ഇത് നന്നായിക്കോട്ടെ. അതേ സ്ഥാനത്ത് കോൺഗ്രസ്സിന് അതുപോലെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ടാവും, നിയോജക മണ്ഡലം പ്രസിഡന്റ്, അല്ലാതെ മറ്റേ ആ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉണ്ടാവും. അങ്ങനെ ആളറിയോ? ഞാനറിയില്ല. ഒരു പ്രവർത്തനം കാണുന്നില്ല. അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു മൂടനെ കൊണ്ട് നിർത്തി അവൻ കുറച്ച് കാശ് വീട്ടിൽ നിന്ന് കൊണ്ടുവരും, കുറച്ച് അവൻ്റെ ബന്ധുക്കൾ പരിചയമെടുത്ത് നോക്കും, അത് ഒറ്റും പോവും. അതല്ല വേണ്ടത്. കൗണ്ട് ടെൻ ബിഫോർ ആക്ഷൻ. ഇലക്ഷൻ വരുമ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞിരിക്കുക, അത് മുമ്പേ അന്വേഷിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞത് വെറ്റിലേക്ക് വില കൂടുമ്പോൾ ബാപ്പ ചെറുക്കൻ്റെ കാലിൽ കുത്തിയിട്ട് കാര്യമില്ല. 1 വർഷം മുമ്പ് വെറ്റില കൂടി ഇട്ടാലേ വെറ്റിലോട്ട് പോകുള്ളൂ. അത് ഈ കോൺഗ്രസ് ഇല്ല, ദീർഘമായ വീക്ഷമില്ല. ഇപ്പം എല്ലാം കൂടി പറയുന്നത് കോൺഗ്രസ് 3-ാം തട്ടിൽ പോവും, BJP 2 വരും, LDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ഒരു പിടി ദുഷ്ടലാക്കുള്ളവർ പറയും. ഞങ്ങളതിന് സമ്മതിക്കില്ലടോ, ഞങ്ങൾ സമ്മതിക്കില്ല. ആരാണ് ഈ ഞങ്ങൾ? 40% മുസ്ലിങ്ങളും മറ്റുള്ള സമുദായത്തിലെ ബുദ്ധിജീവികളും അല്ലെങ്കിൽ മനുഷ്യത്വമുള്ളവരും. ഞങ്ങൾ UDF വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഭരണത്തിൽ കയറ്റും. അത് പുള്ളളിയല്ല. കാരണം 4-3-7 വോട്ട്. ഒരാൾക്ക് ഒരു വോട്ടുള്ളൂ, 2 വോട്ടില്ല. പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു. ഇപ്പം ഇയാൾ പറഞ്ഞല്ലോ, നമ്മുടെ ഈ പാലോട് രവി എന്നാണ് BJP കാശ് കൊടുത്ത് വോട്ട് വാങ്ങിക്കും. കാശാണ് കയ്യിൽ. അതൊക്കെ ഒരു പാർട്ടിയുടെ DCC പ്രസിഡന്റ് അയക്കുമ്പോൾ ഇത്ര കൂറ് ഇവിടെ ശരീരം അവിടെ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വഞ്ചനട് തട്ടിപ്പടൊക്കെ. നിങ്ങളെ കാലിൽ പിടിക്കാൻ പാർട്ടിക്കാരില്ലാത്തതുകൊണ്ടല്ലേ ആരുണ്ടാകുന്നത്? ഇപ്പം എല്ലാം കഴിച്ച് പോകുന്നത് ഇപ്പോഴും വേറെ വഴിയാരാണ്. അവരെ കുറേ പേര് കോൺഗ്രസ് അങ്ങോട്ടും സീറ്റ് കിട്ടാൻ വേണ്ടി അവർക്കൊക്കെ നിങ്ങൾ സീറ്റ് കൊടുത്താൽ, ഞാൻ കോൺഗ്രസോടും കമ്മ്യൂണിസ്റ്റോടും BJPയോടും പറയാണ്. BJP ഞങ്ങൾ പറഞ്ഞില്ല, അത് തൽക്കാലം ഭരണത്തിൽ വരുന്നില്ല. എന്തൊക്കെ പറഞ്ഞില്ല. ബാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 ടൈം കഴിഞ്ഞ് കൊടുക്കില്ല. ബാക്കി കോൺഗ്രസ് തന്നെ, ലീഗാണെങ്കിൽ 3 ടൈം കഴിഞ്ഞാൽ കൊടുക്കുന്നില്ല. കോൺഗ്രസ് ആണ് 5-10 ടൈം കൊടുത്തു. ഞങ്ങൾ 2 ടൈമിൽ കൂടുതൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആൾക്ക് സീറ്റ് കൊടുത്താൽ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ജീവൻ കളഞ്ഞാണെങ്കിൽ ശരി, ഞങ്ങൾ ശാരീരികമായിട്ട് പോലും ഇടപെടും. ഈ ഞങ്ങൾ കേരളത്തിൽ വോട്ടർമാരല്ല, ഒരു മൊയ്തീൻ ഷാ ഇല്ല. എല്ലാവർക്കും ആവശ്യം കിട്ടണം, അത് കൊടുക്കുന്നില്ല. എന്തെങ്കിലും ആത്മാർത്ഥ ഈ കോൺഗ്രസ് ഉണ്ട്. ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി തല്ലിപ്പൊളിച്ച് കാൽ വരല്ലാതെ അവരുടെ ലക്ഷ്യം പാർട്ടിയോ സമുദായമോ അല്ലെങ്കിൽ രാജ്യമല്ല. എൻ്റെ കാര്യം വിജയിക്കണം. അത് ഞാൻ എന്ത് തട്ടിപ്പും ചെയ്യും. അവസാനം എന്ത് പറ്റി? പണ്ടൊരു കാര്യം ഞാൻ നിർത്താം. ഒരു കാമുകൻ്റെ ഉണ്ടായി. അവർ ദൈവത്തോട് വാക്ക് ദൈവം ഞങ്ങൾ മാത്രമേ ഓത്ത് പാടുള്ളൂ. ദൈവം അനുവദിച്ചു, എല്ലാവരും ശൂന്യമായി. അപ്പോൾ ഭയമായി പേടിയെ തുടങ്ങി. വേറെ എവിടെ ആളില്ല. അത് വേണ്ട എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിൽ എനിക്ക് കിട്ടണം, അല്ല പാർട്ടി നോക്കില്ലല്ല, ഇനി കിട്ടിയില്ല വേണ്ട. അങ്ങനെ പരസ്പരം കാലുവാരില്ലേ. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ 5 മുഖ്യമന്ത്രി സ്ഥാനത്ത് കൂടി 25 സീറ്റ് കളഞ്ഞേ. അവൻ്റെ 5 സീറ്റ് കുറക്കാൻ ഞാൻ നോക്കി, എൻ്റെ 5 സീറ്റ് കൊടുക്കാൻ അവൻ നോക്കി. അങ്ങനെ പരസ്പരം 5 പേര് 25 സീറ്റ് കളഞ്ഞ്. അപ്പോൾ ഇവനൊക്കെ വച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇരുട്ടിട്ട് അടിക്കേണ്ടവരെയൊക്കെ. രാജ്യസ്നേഹം കാണിക്കാത്ത, പാർട്ടി സ്നേഹം കാണിക്കാത്ത, സമുദായ സ്നേഹം കാണിക്കാത്ത, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ഈ കഥധാരികളെ, നേതാക്കളൊക്കെ ഇരുട്ടടി അടിച്ച് കാലിൽ വീട്ടിൽ കിടത്തണ്ടേ? എന്താ കാരണം? അത്ര മോശമായിട്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ 5-6 മുഖ്യമന്ത്രി സ്ഥാനത്തുകൾ, നിങ്ങൾക്ക് 6 പേർക്കും മുഖ്യമന്ത്രിയുള്ള ഒരു യോഗ്യതയുണ്ട്, പക്ഷെ അർഹതയില്ല. അത് ഞാൻ കാര്യം പല പ്രാവശ്യം പറഞ്ഞില്ല. എങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഒരാളായിക്കോ, നിങ്ങൾ ഒരാളാക്, ബാക്കി 5 പേര് മാറി നിൽക്ക്. ആയിട്ട് ആളുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ നേട്, വിജയിക്ക്, നിങ്ങൾ ഭരിക്ക്. നായർ ഭരിച്ചോ. ഒരു അർഹതയില്ല. ഒരു അർഹതയുണ്ട്, യോഗ്യതയുണ്ട്, അർഹതയില്ല. എങ്കിലും ഞങ്ങൾ പറയാണ്, നിങ്ങൾ പുണ്യം, നിങ്ങൾ സമ്പന്നന്മാരാണ്, ഭരിക്കട്ടെ, പോട്ടെ സമയത്ത്. അതിനും തയ്യാറാകുന്നില്ല. ഇത് അവർ കൊടുക്കുകയില്ല, ഞാൻ എടുക്കുകയില്ല. പണ്ട് കോഴിയുടെ കാര്യം പറഞ്ഞ പോലെ അത് പറ്റില്ല.
അതുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുക്കും. ഞങ്ങൾ വോട്ട് ചെയ്ത് UDF എന്ന പ്രസ്ഥാനത്തെ മുന്നണിയെ കേരളത്തിൽ അധികാരത്തിൽ വരുത്തും, അല്ലെങ്കിൽ യാതൊരു സംശയമാക്കാതെ വേണ്ട. പക്ഷെ ആ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെന്നും ആരെയാണ് നോക്കണം. ഈ കാലുവാരികളെ അല്ലെങ്കിൽ ഈ കുളംകോരികളല്ല, കുലംകുത്തികളല്ല, അല്ലാത്ത മാന്യന്മാരെ ആൾക്കാരുണ്ട്, രാജ്യം ഭരിക്കാൻ മിടുക്കരെ ആൾക്കാർ. എത്ര ചെറുപ്പക്കാരുകൾ ആത്മാർത്ഥമായിട്ട് രാജ്യം ഭരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്, നിസ്വാർത്ഥമായിട്ട്. അത് കാണാതെ പോകരുത്. അതുകൊണ്ട് 2 പ്രാവശ്യത്തിൽ കൂടുതൽ ജയിച്ച ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് വയ്ക്കരുത് എന്നുള്ള പ്രത്യേകം മുന്നറിയിപ്പ്, താക്കീത്, വാണിങ്ങുമായിട്ട്, ആ റിക്വസ്റ്റും ആജ്ഞയുമായിട്ട് എല്ലാം ചേർത്താണ്. സ്നേഹത്തിലുണ്ട്, വെറുത്തുണ്ട്. പറയാണ് മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറയാണ്, നിങ്ങൾ 2 പ്രാവശ്യങ്ങൾ മത്സരിച്ചവരെ ജയിച്ചവരെ നിങ്ങൾ പരമാവധി കൊടുക്കരുത്. ഇപ്പം ചില പ്രത്യേക സാഹചര്യം പോകുന്നേക്ക് അത് ചർച്ച ചെയ്ത് കാണിക്കാറുള്ളൂ. കൊടുക്കരുത് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.